ലിസണിങ് എന്ന് പറയുന്നത് ജസ്റ്റ് വെർബൽ കോൺവെർസേഷൻ അല്ല. ലിസണിങ് എന്ന് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും, അങ്ങനെയല്ല. ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ടെറൈനായിട്ട് മാറ്റുകയാണ്. ആ ടെറിട്ടറിയിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഡീസൈഫർ ചെയ്യുന്നത്, യൂണിവേഴ്സൽ ട്രൂത്ത് ഡീസൈഫർ ചെയ്യുന്നത് ആ ടെറിട്ടറിയിലാണ്. ആ ബോഡി ഒരു ടെറിട്ടറി ആയിട്ട് മാറ്റിയിട്ട് അതിലാണ് യൂണിവേഴ്സൽ സീക്രട്സ് ഓപ്പൺ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് അല്ല, നമ്മൾ ആ അപ്പൊ ഞാൻ ടെറിട്ടറി ചോദിക്കട്ടെ, ഈ ഫീമെയിൽസ് ഭയങ്കര ഗ്രൗണ്ടഡ് ആണെങ്കിൽ നേച്ചറിലുള്ള മെയിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നേച്ചറിൽ മെയിലില്ല, ഫീമെയിലിലെ മെയിലുള്ളു. ഫീമെയിലുമായിട്ട് പ്രോപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് മാസ്കുലിൻ കപ്പാസിറ്റി ഓപ്പൺ ആകുന്നത്. നേച്ചറിൽ മെയിലില്ല, നേച്ചർ ബേസിക്കലി ഈസ് ഇറ്റ്സ് ഫീമെയിൽ. കൈൻഡ് ഓഫ് എ വർക്കർ ബീസ്. എന്ന് വെച്ചാൽ ഈ ക്യൂയിൻ ബീസിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഈ വർക്കർ ബീസ് ആണ് ഫുൾ മെയിൽസ്, അതേപോലെയാണോ? അത് തന്നെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. പക്ഷെ ഫെമിനിൻ എനർജിയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പ്യുവർ മെയിൽ വരണം. വെറുതെ വർക്കേഴ്സ് അല്ല, അവര് ട്രാൻസെൻഡിങ് വർക്കേഴ്സാണ്, ഇവോൾവിങ് വർക്കേഴ്സാണ്. ഫീമെയിലാണ് വർക്കെല്ലാം നടക്കുന്നത്, മെയിലിൽ അത് വർക്കൊന്നും കറക്റ്റാ. നടക്കുന്നത്. അല്ല, കാരണം ഒരു മെയിൽ ഉണ്ടാവും അതില്, ഒരു മെയിലല്ല, ഒന്നിൽ കൂടുതൽ ആക്ച്വൽ മെയിൽസ് ഉണ്ടാവും, ബാക്കിയൊക്കെ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തതായിരിക്കും വർക്കേഴ്സ് ഒക്കെ. അതെ, ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ മെയിലാണ്. പാർട്ടിക്കിൾ പ്രൈമറി വേവ്സ് പറഞ്ഞാല് ആണ് ഫിമെയിലിന്റെ എനർജി. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിലാണ്. അല്ലാതെ ഇത് ഫിസിക്സ് ആണോ, ബയോ ആണോ, ഫിലോസഫി ആണോ? അത് നിങ്ങൾ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഫിലോസഫിയിൽ എടുത്താൽ മതി. പാർട്ടിക്കിൾ എന്താണോ നിങ്ങൾ കണം എന്ന്